എന്തിനാടാ നിന്നെ ഞാൻ വിളിച്ചു ഞാൻ എത്ര നേരം ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്താടാ അകത്ത് പരിപാടി? ഞാനകത്ത് അമ്മേനെ സഹായിച്ചോണ്ടിരിക്കുന്നതിന്. അമ്മേനെ സഹായിക്കുന്ന നല്ല മോൻ, എന്റെ അച്ഛന്റെ മോൻ തന്നെടാ. ആട്ടെ, അമ്മ എന്താ അകത്ത് പരിപാടി? അമ്മ ഭക്ഷണം കഴിക്കുന്നതിനും. അപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടാ നിന്റെ ഈ സഹായം? എടാ മോനെ ഇങ്ങോട്ടോ. ഞാൻ ആരാ? അച്ഛേ. എന്റെ അച്ഛൻ ആരാ? അച്ഛേ. എന്റെ അച്ഛന്റെ അച്ഛൻ ആരാ? ഗോഡ് ഫാദർ. എടാ മോനെ, ഈ അച്ഛനും അച്ചാച്ചനും ഈ ഗോഡ് ഫാദറൊക്കെ പാരമ്പര്യമായി ചെയ്തു വരുന്ന തൊഴിൽ എന്താടാ? ബ്രോക്കർ പണി. എന്ത് ബ്രോക്കർ? കല്യാണ ബ്രോക്കർ. കല്യാണ ബ്രോക്കർ. എടാ ഈ കല്യാണ ബ്രോക്കർ എന്ന് പറഞ്ഞാ ചില്ലറ പണിയൊന്നും അല്ലടാ, നല്ലോണം കാശ് മറിയുന്ന പരിപാടിയാ. അച്ഛന്റെ ഒരു മോഹം എന്താണെന്ന് വെച്ചാല് അച്ഛന്റെ കാലശേഷം മോൻ ഈ പണി അങ്ങോട്ട് ചെയ്യണം. അച്ഛൻ മരിക്കുമല്ലേ? അറം പറ്റുന്ന വാക്കൊന്നും പറയല്ല. എടാ നമ്മള് പാരമ്പര്യമായി ചെയ്തു വരുന്ന ജോലിയാണല്ലോ. അപ്പൊ അച്ഛന്റെ കാലശേഷം മോൻ ചെയ്യണമെന്ന് അച്ഛനൊരു മോഹം. അല്ല, ചനക്കിനെ പറ്റി വലിയ വിവരമൊന്നും ഇല്ല. എടാ ഇതിന് പ്രത്യേകിച്ച് വിവരമൊന്നും വേണ്ട. അതെനിക്ക് തോന്നുന്നു അച്ഛനെടുക്കുമ്പോ ഇതിന് വിവരം വേണ്ടി വരില്ല. അച്ഛനിട്ട് നീ ഇങ്ങനെ ഊതല്ലേ. എടാ മോനെ, ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ എനിക്കറിയോ, ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ചെക്കനെ വേണം. ഒരു പെണ്ണിന് ഒരു ചെക്കനെ വേണം. ഒരു പെണ്ണിന് ഒരു ചെക്കനെ വേണ്ടേ? ഇത് പെണ്ണോ ആണോ? എന്റെ മോനെ, നിനക്ക് പറ്റിയ ഒരു ചെക്കനോ പെണ്ണോ ഇതിനകത്തില്ല. ഇല്ല. അച്ഛനെങ്ങനെ പെണ്ണെ കിട്ടിയേ? അതിന്റെ അമ്മക്കൊരു അബദ്ധം പറ്റിപ്പോയത്. അത് പോട്ടെ, നീ ഇത് കേക്ക്. അതായത് ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ചെക്കനെ വേണം. എന്താ വേണ്ട? നമ്മള് ഈ ചെക്കനെ കുറിച്ച് പെണ്ണിന്റെ വീട്ടുകാരോട് ഇങ്ങനെ പുകഴ്ത്തി അങ്ങോട്ട് പറയാ. നേരെ തിരിച്ചിട്ട് ചെക്കനെ പെണ്ണിനെ വേണ്ടെങ്കിൽ വേണ്ടേ? മനസ്സിലായല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കളയാ അതിന്റെ ഉദ്ഘാടനം. ഇന്നുണ്ടോ? നമ്മള് നാനോട്ടല്ലേ, നാനോട്ടിന്റെ ചക്കന് വേണ്ടിട്ട് ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നീ ഒന്ന് വന്നിട്ട് പുകഴ്ത്തി എന്ത് ഞാൻ എന്ത് പറഞ്ഞാൽ നീ അങ്ങ് പോകത്തി പറഞ്ഞാൽ മതി. കേട്ടല്ലോ? അങ്ങനെ നീ പഠിക്കേ. കാര്യം ചെയ്യാം, നീ വാട ഇന്ന് തന്നെ ശരിയാക്കി ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇതാ ആരും കാണാനില്ലല്ലോ. ഈ ചോന്ന പെയിന്റിൽ വൈറ്റ് വാഷ് ചെയ്തിട്ട് നല്ല രസമുണ്ടല്ലേ? അതെങ്ങനെയാ ചോന്ന പെയിന്റിൽ വൈറ്റ് വാഷ് ചെയ്യാ? എടാ വൈറ്റ് വാഷ് ചെയ്യാന്ന് വെള്ളടിക്കല്ലേ? അപ്പൊ ഈ വെള്ളടിക്കുന്നതിന് വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയാ? വെള്ളടിക്കുന്നതിനല്ല, വെള്ളയടിക്കുക, കുമ്മായം പൂച്ചു. ഈ ഒരു കാര്യം ചെയ്യും. പിന്നെ ആദ്യമായിട്ട് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മൾ അവിടെയുള്ള ആൾക്കാരെ വളരെ ബഹുമാനപൂർവ്വം വേണം അഭിസംബോധന ചെയ്യും. നീ അയാളൊന്ന് ബഹുമാനപൂർവ്വം വിളിച്ചാൽ നാണു നവി. കക്ഷി അകത്തുണ്ട് കേട്ടോ. ഒന്നും കൂടി വിളിക്കും, കേട്ടിട്ടുണ്ടാവില്ല. ബഹുമാനത്തോടെ മക്കളും എല്ലാം ഉണ്ടല്ലോ. കേട്ടിട്ടില്ല, ഒന്നുകൂടി നമ്മളെ കൾച്ചർ അങ്ങനെയാ വേണ്ടത്. അത് പറഞ്ഞാ പോരെ? ആള് കേട്ട്. ഇതാരേ വന്നിരിക്കുന്നത്? എടാ തന്നോടൊരു കാര്യം പറഞ്ഞു കുറെ കാലമായല്ലോ. താനൊരു വഴിക്ക് കാര്യം പറഞ്ഞേപ്പിച്ചു ഒരു ആലോചന ഇങ്ങോട്ട് വരികയല്ലോ. തന്നോടൊക്കെ എന്ത് വിശ്വസിച്ച് ഞാനൊരു കല്യാണക്കാരും പറയാ. എങ്ങനെയാണ് താനോട് മിണ്ടാത്തത്? ഇതൊക്കെ കൂടെ ഒരു കുരങ്ങൻ. ഇതെന്റെ അച്ഛനാ. എടോ, ഞാനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ല എന്റെ മോന് വേണ്ടിട്ട്. എന്തായി? അല്ല നാനോട്ടാ, നല്ല ഒന്നാന്തരം ഒരു പെണ്ണിനെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി പെണ്ണല്ലേ? ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ വെച്ചാല് പെണ്ണ് എന്ന് പറഞ്ഞാൽ തറവാട് മാത്രം നിങ്ങൾ കണ്ടാ മതി. തറവാട് എന്ന് പറയുമ്പോ എന്താ തറവാട്? ഏക്കറ കണക്കിനല്ലേ സ്വത്ത്. കാണാനുണ്ട് സ്വത്തുക്കള്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇത് തന്നെ ഉറപ്പിക്കാം. അതെന്താ സ്വത്ത് മാത്രം മതി നിങ്ങൾക്ക്? അതുപോലെ പെണ്ണല്ലേ നമുക്ക് വേണ്ടേ? പെണ്ണിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയാനില്ല. പെണ്ണിന്റെ ആ ഒരു മുഖം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞോളൂ. പറ. പെണ്ണിന്റെ മുഖം ഉണ്ടല്ലോ, എന്ത് നല്ല മുഖം. എന്ത് ജമ്മു കാശ്മീർ ഓറഞ്ചിന്റെ നിറ പെണ്ണിന്റെ മുഖം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് തന്നെ ഉറപ്പിക്കാം. നല്ലൊരു മുഹൂർത്തം കുറിച്ച് കല്യാണം നടത്താം. നാനോട്ടാ തീർന്നിട്ടില്ല. പെണ്ണിന്റെ ആ ഒരു ചിരി, ആ ചിരി നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞോളൂ. പെണ്ണിന്റെ ചിരി ഉണ്ടല്ലോ, പഠിക്കട്ടെ. എന്തിനോടെ ഇത് ഞാൻ ഊഹിക്കട്ടെ. ഈ 10 ട്യൂബിലേക്ക് ഒന്നിച്ച് കത്തി വെച്ച പ്രകാശ പെണ്ണ് ചിരിച്ചാൽ രാത്രി പകർക്കിട്ട സമയത്ത് ഇടവഴിയിലേക്ക് കൂടി ആൾക്കാർക്ക് നടന്നു പോകാൻ പെണ്ണിങ്ങനെ ചിരിച്ചു പിടിക്കുകയല്ലേ? ഈ പെണ്ണ് മതി, താനിങ്ങോട്ട് പറഞ്ഞാൽ മതി. നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകണം, ഈ കല്യാണം എപ്പോൾ നടത്തും താനങ്ങോട്ട് പറഞ്ഞാൽ മതി. നാനോട്ടാ തീർന്നിട്ടില്ല. പെണ്ണിന്റെ ആ ഒരു മുടി, അതാ നിങ്ങൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞോളൂ. തന്നെ പറയാടാ. മുടിന്റെ കാര്യത്തില് ഓൾ ഉണ്ണിയാർച്ചന്റെ അമ്മായിയമ്മന്റെ മരുവോളായിട്ട് അങ്ങനെ കിടക്കല്ലേ മുടി നിലത്ത്. പെണ്ണ് കോളേജ് വിട്ട് വന്ന മുടിക്കെട്ട് പെണ്ണ് താങ്ങേണ്ടി വരൂല. അച്ഛനും അങ്ങനെ കൂടി ഇങ്ങനെ എടുത്ത് നടക്കല്ലേ
പിന്നാലെ ചിലപ്പോ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വാടോ, നമുക്ക് എപ്പോഴാന്ന് പറയും, നമുക്കങ്ങ് പോയി കല്യാണം നടത്തി കഴിഞ്ഞ് ഇപ്പൊ അധികം വെച്ച് താമസിപ്പിക്കണ്ടെന്ന്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണല്ലോ നാളോട്ടാ. നമ്മൾ ഇത് ഈ കല്യാണത്തിനൊരു പ്രശ്നേ അല്ല, എന്നാലും നമ്മൾ പറയണല്ലോ. എന്താന്നറിയില്ല, ഒരു ചെറിയ ആരെല്ലോ പേടിപ്പിച്ചെന്നോ പീഡിപ്പിച്ചെന്നോ പേപ്പറിലൊരു ചെറിയ ന്യൂസ് വന്നിരുന്ന ചെറിയൊരു ഞാൻ പറഞ്ഞോളൂ. ചെറിയ പീഡനോ എമ്മാതിരി വലിയ പീഡനോ? 10-40 ആൾക്കാർ ഒന്നിച്ചല്ലേ പീഡിപ്പിച്ച് 10-40 സ്ഥലത്തുനിന്ന്. അത് മാത്രം പേപ്പറിലെ ഫോട്ടോ ഒന്നും പറയണ്ട. ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊണ്ണൊരു വരവുണ്ട്. സഹാറ മരുഭൂമിന്ന് ഒട്ടകം വരും പോലെയല്ലേ വരും. ഹലോ, പറഞ്ഞോ. അയ്യോ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എവിടെ പോനാ, ഞാൻ വീട്ടിൽ തന്നെ കാണും. എപ്പോ വേണമെങ്കിലും വിളിച്ചോ. ഓക്കേടാ, ബൈ. സമാധാനമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഫോണിൽ സംസാരിച്ച് കൃത്യം 10 മിനിറ്റ് ആകുമ്പോൾ നീ കട്ട് ചെയ്തത്. വെരി ഗുഡ് വെരി ഗുഡ്. കിറ്റിപ്പം ആരായിരുന്നു അത്? ഓ, അതേതോ റോങ് നമ്പറാ. കൊള്ളാം. റോങ് നമ്പരോ? നീ ഒന്ന് നന്നാവുന്ന തോന്നുന്നില്ല. ഇത് കണ്ടോ, കടലുണ്ടി പാലത്തിൽ അപകടം നടന്നിട്ട് ഇന്നേക്ക് 6 വർഷം തികയാണെന്ന്. പിന്നെ അമ്മ അപകടം നടന്ന 6 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ അപകടം സംഭവിച്ചത്. നമ്മുടെ കല്യാണം. അല്ല, ഈ ചേട്ടൻ ഈ യക്ഷിയിലും പ്രയോഗത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ? കല്യാണത്തിന് മുമ്പ് എനിക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് നിന്നെ കണ്ടു തുടങ്ങിയപ്പോ ഒരു വിശ്വാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ പൊന്നെ കോമളവല്ലേ, നീ എന്നെ അങ്ങനെ പറയരുതേ. നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സത്യമായിട്ടും ഏറ്റവും വലിയ നിർഭാഗ്യം. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിച്ചു കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുമല്ലേ ചേട്ടൻ. കോമളവല്ലേ, എന്നെ ഇങ്ങനെ ആശിപ്പിക്കല്ലേ നീ. കണ്ടോ കഴിഞ്ഞ ആഴ്ച എന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കൊണ്ടുപോയോ? നിന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്താ, അതിന് പകരം ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോയില്ലേ? അവിടെ ഉള്ളതിലും വെറൈറ്റീസ് അല്ലേ ഇവിടെ ഉള്ളത്. കണ്ടോ, എന്റെ വീട്ടുകാരെ പറഞ്ഞുണ്ടല്ലോ. അതൊക്കെ പോട്ടെ ചേട്ടാ, നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഒരു പച്ച സാരി കൊടുത്ത പെണ്ണ് ചേട്ടനെ നോക്കി ചിരിച്ചില്ലേ? സത്യത്തിൽ ആ പെണ്ണ് ആരായിരുന്നു? അതെന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. എന്താ പെണ്ണിന്റെ പേര്? മല്ലിക. മല്ലിക. അപ്പൊ കൂട്ടുകാരന്റെ പേരോ? അത് ശരി, കൂട്ടുകാരന്റെ ഭാര്യയുടെ പേര് ഓർമ്മയുണ്ട്, കൂട്ടുകാരന്റെ പേര് ഓർമ്മയില്ലല്ലേ? സത്യത്തിൽ ചേട്ടൻ എന്നെ പറ്റിക്കുമല്ലേ? ഇങ്ങനെ കരയരുതേ. അതൊക്കെ പോട്ടെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട നിമിഷം നീ ഓർക്കുന്നുണ്ടോ? മറ്റേ വഞ്ചിനാട് എക്സ്പ്രസ് വെച്ച് അന്നൊരു ദിവസം വെളുപ്പിനെ 5:30 വേനാട് എക്സ്പ്രസിൽ പോയാൽ ഞാൻ ടൈം പീസ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ടൈം പീസ് അടിച്ചില്ല. 8:30 ഞാൻ ടൈം പീസ് അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വേനാട് എക്സ്പ്രസിൽ പോകാതെ വഞ്ചിനാട് എക്സ്പ്രസിൽ പോയി. നീ അപ്പം ഫസ്റ്റ് ക്ലാസ് AC ഇരുന്നിട്ട് ഇങ്ങനെ കൈ അയ്യോ, ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, 10 വർഷം മുമ്പ് എനിക്ക് ആ ടൈം പീസ് തന്നവനെ ഇന്ന് കിട്ടുകയായിരുന്നു. അവനെ ഞാൻ കാലേ വാരി നിലത്തടിച്ചേനെ, വർക്ക് ചെയ്യാത്ത ടൈം പീസും. അതുപോട്ടെ, നമ്മളന്ന് രാത്രി ഒളിച്ചോടിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനന്ന് എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ? ടെൻഷൻ അടിച്ചത് നീ മോളത്തെ നില ഞാൻ ജനലിന്റെ ഇടയിൽ കൂടെ സാരി ഇട്ടിട്ട് സാരിയിൽ ഊർന്നൂർ നില താഴോട്ടിറങ്ങി വരുന്നത്. അയ്യോ, സാരിയുടെ കെട്ടെങ്ങാനും അവിടെ നിന്ന് അഴിഞ്ഞു പോയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എന്റെ ചേട്ടൻ ഒരു മണ്ടനാ. മോളത്തെ നിലയിലെ ആ ജനലിന്റെ അടിയിലിരുന്ന് സാരിയുടെ മെറ്റേറ്റ എന്റെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ആങ്ങളമാരും എല്ലാരും മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. കോമളവല്ലി എന്തോ പത്രങ്ങളിലെ ക്ലാസിഫൈഡ് കോളം ബ്രോക്കർമാരുടെ ജോലി കുറച്ചിട്ടുണ്ടോ? വാങ്ങുന്നവന് വില കുറച്ചും വിൽക്കുന്നവന് വില കൂട്ടിയും ഒരേ സമയം വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ് ബ്രോക്കർ. ഈ വിരുത് ചില ബ്രോക്കർമാർ അവരുടെ നിത്യജീവിതത്തിലും ഉപയോഗിക്കാറുണ്ട്.
ഒന്നും രണ്ടാത്, രണ്ട് ഒന്നും മൂന്നാത്, മൂന്ന് ഒന്നും നാലാത്, അല്ലോ അത് ശരി. ഒന്നും ഹലോ. അഞ്ചാത്. എന്താ ഇപ്പൊ എല്ലാം കൂടി റോഡ് വന്ന് പാടലായ ഇപ്പൊ എല്ലാം കൂടി അങ്ങനെ ആയിനെ. അല്ല ഗാനമേല ഒന്നും ഇല്ലേ? ഗാനമേളല്ല, ഇപ്പത്തെ ഗാനമേള എന്താ കംപ്ലീറ്റ് ഇനീഷ്യൽ വെച്ചിട്ടല്ലേ. ഇതെന്ന് ഏ സൈനബ, സിനിമയാ? ഏ ഓറസിയ, അതൊന്നും അറിയില്ല. പണ്ട് മുതലേ കംപ്ലീറ്റ് ഇനീഷ്യൽ വെച്ചിട്ടില്ല. മുഹമ്മദ് റാഫിനെ കണ്ടിട്ടുണ്ടാ? ആ മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി എങ്ങനെയാ ഓ ദുനിയാക്ക് ഇറക്കുവല്ലേ? അല്ലാണ്ട് ഇനീഷ്യൽ ഓ അല്ല ഓനെ. ഓ ദുനിയാക്ക് ഇറക്കുവല്ല. ഇയാളൊരു പണ്ടൊരു ഹോട്ടൽ എടുത്തില്ല. ആര്? നമ്മളെ മുഹമ്മദ് റാഫിക്ക. ആ അന്നേരം ഈ ഹോട്ടൽ 2 ഹോട്ടലാ. ഏത്? ആസിനി കിസ്മത്തു. അത് ശരി. അതല്ലേ ഓ ദുനിയാക്കാരൊക്കെ വല്ല നടുക്കായാലും പാടിയ സമരായിട്ട് ഹോട്ടലിൽ വിട്ട് കിസ്മത്ത് പൂട്ടി ആസിന പൂട്ടി. 2 പൂട്ടിയില്ലേ? ഹോട്ടലിന്റെ പേര് അത്? ഹോട്ടലിന്റെ പേരല്ലേ? അത് ശരി, അത് നമുക്കറിയില്ല. പിന്നെ അതിന്റെ ഇടക്ക് പറഞ്ഞ ഭയങ്കര വിറ്റൊക്കെ ഉണ്ടായില്ല. ഞാൻ മാപ്പിളപ്പാട്ടിന് പോയിട്ടല്ലോ ഇടക്കിടക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ മാപ്പിളപ്പാട്ടിന് പോയി നോക്കുമ്പോ പുസ്തകം എടുക്കാൻ മറന്നുപോയി. ആ പുസ്തകം എടുക്കാൻ മറന്നുപോയി. ഓഡിയൻസിന് മനസ്സിലാവാൻ പാടില്ലല്ലോ. അല്ലല്ല. ഞാൻ പാടിയില്ലേ? ഒറ്റയാൾക്ക് മനസ്സിലായില്ല. എന്താ? ആദ്യം തന്നെ പാടേണ്ടി തന്നെ പഞ്ചപട്ടാടയണിഞ്ഞ് പരിസരമെങ്ങും ശാന്തി പരന്ന് പരിശോഭിത പലവിധ പുതുമകൾ എന്നതിന്റെ കണ്ടേ. ഈ പാട്ടാ പാടണ്ടേ? പക്ഷെ ബുക്ക് എടുക്കാൻ മറന്നായി. ബുക്ക് എടുക്കാൻ മറന്നായില്ലേ? ഉടനെ ഞാൻ പാടി പച്ചപ്പട്ടാടയണിഞ്ഞ് പച്ചപ്പട്ടാടയണിഞ്ഞ് പച്ചച്ചട്ട പാടയണിഞ്ഞ് പച്ചട്ട പച്ചട്ടാടയണിഞ്ഞ് കംപ്ലീറ്റ് ആയി എന്നെ പാടി. അത് ശരി. പിന്നെ എനിക്ക് നിർത്തുന്നില്ല അല്ലേ? അതുപോലെ നമ്മളെ പോലത്തെ പണിയെടുത്ത് പഠിക്കടാ. ബ്രോക്കറെ പണി എന്ന് പറഞ്ഞാൽ ഇത്ര ഗുണമുള്ള പണി വേറെ ഇല്ല. എടാ എനിക്ക് ഈ പാട്ട് പാടി പാടി മരിച്ചാ അതിനേട്ടാ. ഈ ഒരു ബ്രോക്കറെ പണി ഒന്നതിനെ പഠിപ്പിച്ചു. അയ്യോ അത് പഠിപ്പിച്ചിരുന്ന പ്രശ്നം. വേറെ ചെറിയ 50 റുപ്യ സാധനം മറച്ചു വെക്കുക. മറച്ചു വെക്കുക. വലിയ പൈസ 300 റുപ്യക്കല്ലേ വെക്കുന്നത്? എടാ ഈ ബ്രോക്കറെ പണി ഒന്നെന്നെ പഠിപ്പിച്ച. അത് പഠിപ്പിച്ചിരുന്ന പ്രശ്നമില്ല. നമുക്ക് കേട്ടാ ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നാണ് ഒന്നുമില്ല. എന്താണ് എന്താണ് ഒന്നുമില്ല. ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്ത് ശബ്ദം? മുട്ടുന്നേ മുട്ടുന്നയാ? എന്ത് മുട്ടുന്നേ? മൂത്രയിക്കാൻ മുട്ടുന്നേ. എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടുന്ന ഞാൻ കേൾക്കുക. അതല്ലേ ഞാൻ ചോദിച്ച കേൾക്കുന്നുണ്ടോ? സൈഡിലേക്ക് ഞാനോ ആ. പോകരുതേ. എന്താ? പോലീസാ? എന്താ? പോലീസ് സ്റ്റേഷന്റെ മുമ്പിലോ? പോലീസ് പോലീസുകാർ പിടിക്കോ? അപ്പൊ പിന്നെ അവർക്ക് അതല്ലേ പണി പിടിക്കും. നീ ആരോ ഒയ്ക്കടാണ്. പോകരുതേ. ഞാനടി അറിയാണ്ട് പോലീസുകാർ കംപ്ലീറ്റ് നമുക്ക് പരിചയല്ലേ. നീ എന്തിനാ അങ്ങനെയെല്ലാം പേടിക്കുന്നു? ഇതെന്താ DTS മൂത്രം? ഇങ്ങോട്ട് ഇങ്ങോട്ട് വല്ല അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് അങ്ങോട്ട് ആരാണ് മൂത്രയിച്ചേ? പോലീസ് സ്റ്റേഷൻ കണ്ടായിട്ട് അറിയാണ്ട് ഒഴിഞ്ഞു പോയതാ. പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണാടാ മൂത്രയിക്കുന്നേ. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടോടാ? അത് ആദ്യം ഉള്ളതാ. പോലീസാ? അതെ. ഞാൻ വിചാരിച്ചു കർണാടക ബസിന്റെ കണ്ടക്ടർ. പോലീസുകാരനോടാ നിന്റെ കളി? അല്ല ഏകദേശം ആയിന് കേട്ടാ. ആശുപത്രി കൊണ്ടുപോകാൻ. പോലീസുകാരനോട് വേണ്ടാത്ത വർത്താനം പറയണ്ടട്ടാ. എവിടെയാടാ നിന്റെ വീട്? ഇവന്റെ വീട്ടിന്റെ ഇപ്പറോ? നിന്റെ വീടാ? ഓന്റെ വീട്ടിന്റെ ഇപ്പറോ? നിങ്ങൾ രണ്ടാളും വീടിനോടാ? അപ്പുറം ഇപ്പുറം. ഈ അപ്പുറം ഇപ്പുറം ഒന്നും എവിടെയാടാ? ഒരു വയലിന്റെ നടുക്ക്. വര എവിടെയാ? വീടിന് ചുറ്റും. രണ്ടാളും നിൽക്കുക പ്രശ്നമാണല്ലോ. ഞാൻ അങ്ങോട്ട് മാറിക്കും. നീ എസ് ചെയ്യാണ്ടടാ. ഞാൻ അവനോട് നീ പറഞ്ഞു. അങ്ങോട്ട് മാറിക്കടാ. ഓക്കെ അങ്ങോട്ട് മാറിക്കടാ. ആ മാറിക്കടാ. ആ എന്താണ് എന്റെ പേര്? എന്റെ പേര് അലി. നിങ്ങളെ വരുന്ന പേര് ചോദിക്കാനാ? നീ ആരുടെ ഇപ്പൊ കൊന്തട പേര്? എന്റെ പേര് അലി. ബാപ്പാന്റെ പേര്? മമ്മാലി. സല ബംഗാലി. പകന്നാലി. നീ ആരുടെ ആലിക്കുടുംബം? എന്താണ് നിന്റെ പണി? ഞാൻ ബ്രോക്കറല്ലേ? എന്ത് ബ്രോക്കർ? ഇവിടെയുള്ള കമ്പനി സ്ഥലം കച്ചവടാക്കുന്ന ഞാനല്ലേ? ആണോ? പോലീസ് സ്റ്റേഷൻ കച്ചവടാക്കണ. പോലീസ് സ്റ്റേഷൻ കച്ചവടാക്കനാ? മുട്ടുകാലി കയറ്റി ഞാൻ. എന്റെ സ്വഭാവം അറിയില്ല. എന്താണ് നിന്റെ ബാപ്പാന്റെ പണി? ഞാൻ വാപ്പ് തീർച്ചമില്ല. ഏത് തീർച്ചമില്ല? ഇത് കല്ലായി കല്ലായി പാലത്തിന്റെ അടിയിൽ. പാലത്തിന്റെ അടിയിൽ വെള്ളല്ലടാ. നിങ്ങൾ എന്തിനാ നടക്കുന്നത്? കറക്കന്നെ. ആ പഴയ തീർച്ചമില്ല. അവിടെയാണ് നിന്റെ ബാപ്പ. അതെ. ആ എനക്കത്ര വിശ്വാസം ഒന്നും പോരാട്ടെ. പണ്ട് അവിടെ ജനറേറ്റർ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പം ജനറേറ്റർ തന്നെയാ? ജനറേറ്റർ ഉണ്ടോന്ന് അറിയില്ല. മുമ്പ് ഒരു അപ്പുറൈറ്റർ ഉണ്ട്. ഭയങ്കര കോമഡി അല്ലടാ ദീപം നോക്കുമ്പോ. അവനിങ്ങനെ വിടടാ.
ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. എന്താണ് നിനക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഏ? എന്താടാ ഒന്നുമില്ല. എന്താടാ എന്റെ പേര്? എന്റെ പേരാ ആ മുട്ടി. എന്ത് മുട്ടി? മൂത്രയ്ക്കാൻ മുട്ടി. അതല്ലടാ, പേര് പറയടാ. പേര് മമ്മൂട്ടി. സിനിമ നടന്ന കണ്ടാ തോന്നുന്നുണ്ടോ? എല്ലാവരും പറയും അങ്ങനെ തന്നെയാണ്. അത് ഹൈറ്റ് അല്ലേ നിനക്ക്? നല്ല ഫിഗറല്ലേ? സത്യം പറയടാ, പേരെന്താടാ? പേരാ ആ മമ്മൂട്ടി. ബാപ്പാന്റെ പേരോ? അയമ്പൂട്ടി. തലേതാ അത് കല്ലുമുട്ടി. കല്ലെടുത്ത് മുട്ടിപ്പോന്നില്ല. എന്താടാ നിന്റെ പണി? എന്റെ പണിയാ? ആ എന്റെ പണിക്ക് മാപ്പിള പാട്ട് പാടി നടക്കല്ല. മാപ്പിള പാട്ട് പാടാനാ? അത് നിർത്തി. നീയാ? ആ നിർത്തിക്കൂ, നിന്റെ കോലം കാണുമ്പോ ആരും ഒന്ന് നിർത്തിച്ചു പോവൂ. ആട്ടെ, നിനക്ക് എത്ര വയസ്സായി? ഏകദേശം എന്തിനാ പറയടാ, വയസ്സെത്ര? വയസ്സ് ഏകദേശം എത്ര തോന്നുന്നു? പറടാ, ഏകദേശം എത്ര തോന്നുന്നു? എത്രയും തോന്നുന്നു. നീ പറടാ, എന്റെ വയസ്സെത്ര? വയസ്സ് 30. 30. നിനക്കാ 30? ആ. നിന്നെ കണ്ടിട്ടൊരു 40 വയസ്സുണ്ടല്ലോ. ആളാണ് 30 മൂട്ടിയെല്ലാം കംപ്ലീറ്റ് നടത്തില്ലടാ. നിനക്ക് വയസ്സ് 30. ആണെന്നല്ലേ നിന്നെ കണ്ടിട്ട്? 29. അപ്പൊ ഇപ്പൊ 30 തന്നെ. അതൊന്നല്ല, നിന്നെ കണ്ടിട്ടൊരു 40 വയസ്സുണ്ട്. അല്ല 30. 40. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക, വയസ്സ് തൊട്ട് കളിച്ചാൽ ഞാൻ തെറ്റും കേട്ടോ. അതൊന്നല്ല, ഞാൻ പോലീസ് ഒന്നും വരില്ല. 30. ഇനി 40 വയസ്സ് അതാണ് ഞാൻ 30 പറഞ്ഞ ആണ്. 40 എന്ന് പറഞ്ഞാ- വയസ്സ് 30. നീ എത്ര പറഞ്ഞേ? ഞാൻ 30. നിങ്ങളോ? ഞാൻ 40. അല്ലേ? ആ. ഒരു 35 ഉറപ്പിച്ചാണ്. We mix juggle one day.